കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്, കൃഷിയിടങ്ങളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്, മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട്. എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസ്ഥകളുടെ മേലുള്ള മറ്റുള്ളവരുടെ കടന്നുകയറ്റവും അതുമൂലം ഉണ്ടാകുന്ന വിലത്തകർച്ചയും അതുമൂലം ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിന്നിലേക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കെട്ടിച്ചു വിട്ട മക്കളെ ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവർ, ഗർഭിണിയായ മക്കൾ, ഗർഭശിശുക്കൾ, രോഗങ്ങളുള്ളവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, അസമാധാനമുള്ളവർ, അകന്ന് താമസിക്കുന്നവർ, ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്തമായ കാര്യങ്ങൾക്കും തൊഴിലിനും ജോലിക്കും വേണ്ടി അന്യനാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനം തിരിച്ചെത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരവിടെ തന്നെ കർത്താവിൻ്റെ കടങ്ങൾ പരിഹരിക്കപ്പെടുകയും അവർക്കുണ്ടാകുന്ന തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോകാൻ പോകുന്നവരെ, പിന്നീട് പുതുക്കി കിട്ടാത്തവരെ അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 ദിവസങ്ങളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വിസ പുതുക്കാത്തവർക്ക് 8 ദിവസങ്ങൾ അത് പുതുക്കി കിട്ടുവാനും 8 ദിവസങ്ങളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.